എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുകയാണോ, ആ പേഴ്സൻ്റെ വിഷമം മറച്ചു വയ്ക്കുന്നതാണോ, ഇനി ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം മറച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുകയാണോ, ആ പേഴ്സൻ്റെ വിഷമം മറച്ചു വയ്ക്കുകയാണോ, ഇനി ആ പേഴ്സൻ്റെ വിഷമം മറച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട്, ആ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ റീഡിംഗ് കാണുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ റീഡിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, പുറമേ ഒരു വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ക്ഷമിക്കാട്ടോ. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടോ, ആ വിഷമം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം. അത് ആ പേഴ്സൺ മറച്ചു വയ്ക്കുകയാണ്. നിങ്ങളോടൊന്ന് മാത്രമല്ല, ആ പേഴ്സൺ ആരോടും ആ പേഴ്സൻ്റെ വിഷമം തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. ആ പേഴ്സണെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ആ പേഴ്സൺ വളരെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല എന്നായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ വിഷമം നന്നായിട്ട് മറച്ചു വയ്ക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സണ് നന്നായിട്ട് ആ പേഴ്സൻ്റെ വിഷമം മറച്ചു വയ്ക്കാൻ അറിയാമായിരിക്കാം. നിങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാവരോടും ആ പേഴ്സൺ മറച്ചു വയ്ക്കുകയാണ്. ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വീട്ടുകാരോടോ ആരോടും ആ പേഴ്സൻ്റെ വിഷമം തുറന്നു പറയുന്നില്ല. അതായത് ആ പേഴ്സൺ നന്നായിട്ട് അത് മറച്ചു വയ്ക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് പറയാത്തത്, നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്. ആ പേഴ്സൺ അത് ആരോടും പറയാത്തത് എന്താണ്, മറ്റാരോടും പറയാത്തത് എന്താണ് എന്നതിൻ്റെ കാരണങ്ങൾ നമ്മളിന്ന് നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് നിങ്ങളോട് ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ മറച്ചു വയ്ക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട ശേഷം ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സണ് നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുന്നില്ല. മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കാം. ഇനി അല്ലെങ്കിലും ആ പേഴ്സണ് എന്തുകൊണ്ടോ നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുന്നില്ല. അത് കാരണം തന്നെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് മറച്ചു വയ്ക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. രണ്ടാമതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളോട് വന്ന് കണ്ട് ആ പേഴ്സൻ്റെ വിഷമം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് ആ പേഴ്സൺ തുറന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതൊരു കാരണമാണ്. അതായത് ആ പേഴ്സൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ, ആ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ, ആ പേഴ്സൻ്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതാണ് രണ്ടാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മൂന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇനി ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് വന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കിയാലും ആ പേഴ്സണോട് സംസാരിക്കാൻ തയ്യാറാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത്
ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് വന്ന് തുറന്ന് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയെന്നിരിക്കട്ടെ, എങ്കിലും ആ പേഴ്സണോട് നിങ്ങൾ പിണക്കത്തിലായതുകൊണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ തയ്യാറാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് തുറന്ന് പറയാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നാലാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണെങ്കിൽ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ട് അത് കാരണം നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാത്തത്. അതായത് ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിൻ്റെ നാലാമത്തെ കാരണം ഇതാണ്. അതായത് ആ പേഴ്സൺ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോട് പറയാത്തത് അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നിങ്ങളൊരു ചോദ്യം മനസ്സിൽ വിചാരിക്കുക. അതിൻ്റെ ഉത്തരം യെസ് ആണോ നോ ആണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക. അതിനെക്കുറിച്ചായിരിക്കാം ചോദിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് മേ ബി അത് ഒരുപാട് പ്രിയപ്പെട്ടതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒത്തിരി നാളായിട്ട് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരുടെ സിറ്റുവേഷനും ഓരോന്നാണ്. എങ്കിലും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ഉത്തരം തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.